ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മണ്ണസ്. ഇപ്പോൾ ഇന്നൊരു അടുത്ത അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് സംഭവം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇത് കാണുമ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ നോക്കാം എന്താണ് പറയാൻ പോകുന്നില്ല. പിന്നെ എല്ലാവരുടെയും സമ്മർ വെക്കേഷനും കാര്യമൊക്കെ എങ്ങനെ പോകുന്നു, സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയൊക്കെ സുഖമല്ലേ, അതൊക്കെയാണ് നമ്മുടെ ഇത് തുറക്കുന്ന നേരം കൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് തന്നെ തുറന്ന് കാണാം. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2-3 ദിവസമായി, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ തുറന്ന് കാണാം. ഞാനും വെയിറ്റിങ്ങിലാണ് ഒരുപാട്. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. നമ്മളിത് സ്കെയിൽ ആർട്ട് വർക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായി കാണും. ഏതായാലും 18 24 ഒന്നുമല്ല, നമ്മുടെ 64 ആണ് ഫുള്ളും. അവരുടെ പാക്കിംഗ് അമ്മ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചൊക്കെ ദഹിച്ചു പോയി, അത്രയും കട്ടിയുള്ള പാക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ സംഭവം. ഹോട്ട് വീൽസ് തിരിച്ചും ഇന്ത്യയിലോട്ട് വന്നതായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും, പക്ഷെ മെയിൻ ലൈൻസ് ഒന്നും വരുന്നില്ല. പ്രീമിയംസ് ആണ്. ഇമ്പോർട്ടഡ് കാർഡ്സിൻ്റെ കിട്ടുന്നുണ്ട്, പക്ഷേ മെയിൻ ലൈനിൽ ഒന്നും തന്നെ ഇപ്പോൾ അവൈലബിലിറ്റി ഇല്ല. അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ ഇല്ല. എല്ലാം ഇമ്പോർട്ടഡ് ആണ് വരുന്നത്. ഇപ്പം എൻ്റെ അറിവിൽ ഒരു JKs വരെ എത്തിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഇമ്പോർട്ടഡ്, പക്ഷേ ബാക്കി നോർമലായിട്ടുള്ള ഒന്നും വരുന്നില്ല. ഇത് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ ഒരു പ്രീമിയം സെറ്റാണ്. BMW ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസ് ആയതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ആദ്യം നമുക്ക് ഇവരെ നീക്കി വയ്ക്കാം. ഇത് വേറെ പോപ്പ് കൾച്ചറിൻ്റെ ആണ്, അത് പിന്നെ നമുക്ക് തുറക്കാം. ആദ്യം ഈ 5 എണ്ണത്തിനെ തുറന്ന് കാണാം. ഇത് 2001 BMW M5 ആണ്. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഇതാണ് ഒരാൾ. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് റിലീസായതാണ് ഇതൊക്കെ. മാർക്കറ്റിൽ അത്ര അവൈലബിലിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നമ്മൾ സ്ഥിരം മേടിക്കുന്നതാണല്ലോ സ്കെയിൽ ആർട്ട് വർക്സിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തതാണ്. ഇത് BMW M4. അടുത്തത് ഇതെല്ലാം ഒട്ടിച്ച് ഒന്നും വരുന്നുമില്ല. ഈ ഹോട്ട് വീൽസിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ഇത് M5, ഇത് M4. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ വെക്കാം. അടുത്തത് 92 M3. കാസ്റ്റിംഗ് ഒന്നും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു, ഞാൻ ശരിയായിട്ട് കണ്ടിട്ടില്ല. നമുക്കിതെല്ലാം തുറന്നിട്ട് കാണാം. എല്ലാം തുറന്നിട്ട് ഞാൻ ബാക്കി ഇതിനെക്കുറിച്ചുള്ള ഒക്കെ പറയാം. കാരണം ഞാനും ധൃതി പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാനുള്ളൊരു കൊതി. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 3 ദിവസമായി, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ തുറക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് M1. അപ്പോൾ M1, M2, M3, M4, M5 ഇതാണ് ഇന്നത്തെ നമ്മുടെ അൺബോക്സിങ്. BMW ഫുൾ ഒരു സീരീസാണ് ഈ പ്രാവശ്യത്തെ പ്രീമിയംസിൽ വന്നിരിക്കുന്ന ഹോട്ട് വീൽസ് ഇറക്കിയിരിക്കുന്നത്. കാസ്റ്റിംഗ് വലിയ തെറ്റൊന്നുമില്ല. ഇതിൻ്റെ MRPയും കാര്യമൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് 5ൻ്റെ സെറ്റായിട്ടാണ് കിട്ടുന്നത്, സിംഗിളായിട്ട് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അത്രയും ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്.
വലിയ തെറ്റൊന്നും ഇല്ലാത്ത കാസ്റ്റിംഗ് ആണ്. ലൈറ്റ്സ് ഒക്കെ ഓക്കെ. പഴയ ആ ഒരു ചാമില്ല ഇപ്പോൾ ഹോട്ട് വീൽസിന്, അതൊരു പ്രശ്നമുണ്ട്. അവരും എന്തോ കമ്പനിയുടെ പേര് നിലനിർത്താൻ വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നു. ഇതും അങ്ങനെ തന്നെ, എല്ലാം പെയിൻറ്റഡ് ആണ്. അല്ലാതെ ഇതൊന്നുമല്ല, ഫുൾ പെയിൻ്റ് ആണ് ഹെഡ്ലൈറ്റ്സ് ഒക്കെ. ഇതും അത് തന്നെ, എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെയാണ്. ഇതും അത് തന്നെ. ഇതും അത് തന്നെ. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇവന് കുറച്ച് വെയിറ്റ് ഉണ്ട്, M5 ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ താരം. ഇനി രണ്ടുപേരും കൂടെ ഉണ്ട്. ഇത് പിന്നെ ഈ പ്രാവശ്യത്തെ പോപ്പ് കൾച്ചർ ഹോട്ട് വീൽസിൻ്റെ ഒരു GI ജിയോൻ്റെയും പിന്നെ ഒരു കൂൾ കൊമ്പിയും. ഇത് കൂൾ കൊമ്പി വന്ന് അവരുടെ 80th മെറ്റലിൻ്റെ 80th ഇയറിൻ്റെ ആണെന്ന് തോന്നുന്നു. കൂൾ കൊമ്പി പറഞ്ഞു. ഇത് അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പിന്നെ GI ജിയോ, ഇതിന് ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതാണ് ഏറ്റവും ഒരു അട്രാക്ഷൻ. സ്റ്റാൻഡിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റും, കോമ്പാക്ട് ജെറ്റ് സ്കൈ സ്ട്രൈക്കർ. ഈ സ്റ്റാൻഡിൽ നമുക്കിതിനെ വെക്കാം, ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കാൻ പറ്റും ഷോ പീസായിട്ട്. പക്ഷെ നമ്മളിത് ഓപ്പൺ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വെക്കാനാണ് എനിക്കിഷ്ടം. ഹോട്ട് വീൽസ് ഞാൻ അത്രയും മുമ്പ് ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം എനിക്കതൊരു ഓപ്പൺ ചെയ്യാനില്ല, എൻ്റെ ഷോക്കേസിൻ്റെ ബാക്കിൽ അങ്ങനെ തന്നെ ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോക്കേസിനും ഒരു ലുക്ക് ഉണ്ടാവും, പിന്നെ നമുക്ക് ഫുള്ളായിട്ടൊരു ഒരുപാട് വണ്ടിയുള്ളൊരു ഫീല് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. കൂൾ കോമ്പിയുടെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് കളറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്, കൂൾ കോമ്പിയിൽ റെഡ്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അടുത്തൊരു സെറ്റ് വരുന്നുണ്ട്, അതിൽ നമ്മുടെ സ്കൂബിഡു, അവനെ ഞാൻ മിസ് ചെയ്യുന്നു. സ്കൂബിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് സാധനം കിട്ടിയില്ല. നോക്കട്ടെ, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടി. കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ എടുക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു വണ്ടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. താങ്ക്